ശരികെ, താനെന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ നേരെ ഉത്തരവും പറയുന്നില്ല. ശാരിക, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയേ. പ്രശ്നമാണ്, ചെറുതല്ല, വലിയ പ്രശ്നം. എന്താ? ചേച്ചിയെ ബാധിക്കുന്നതാ. പക്ഷെ ചേച്ചിയല്ലേ, ചേച്ചിയുടെ വിഷമം എന്നെയും ബാധിക്കുമല്ലോ. കാര്യം എന്താന്ന് പറയ് ശാരിക. പ്രശ്നത്തിന്റെ ഒരു ഗൗരവം വെച്ചിട്ടാണെങ്കിൽ ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാ. പക്ഷേ കെവിനേട്ടനോടുള്ള അടുപ്പം വെച്ചിട്ട് അത് മറച്ചു വെക്കാനും പറ്റില്ല. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളോട് കാര്യം പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം അത്രയും കുറയും. അതെ, താൻ പറ. കെവിൻ ചേട്ടാ, എന്ത് വന്നാലും വേറെ ആരും അറിയാൻ പാടില്ല. കെവിൻ ചേട്ടൻ അത്ര വിശ്വസിച്ചിട്ടാ ഞാൻ എല്ലാം പറയാൻ പോകുന്നത്. എന്താ ശരികെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും തീർത്തു തരേണ്ട ആളല്ലേ ഞാൻ. ഞാൻ നിന്നെ പ്രശ്നത്തിലാക്കോ? കെവിൻ ചേട്ടന് ഒരു അരുന്ധതി മാഡത്തിനെ അറിയാവോ? AR ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഓണർ. അറിയാം. അറിയാമെന്നേ ഉള്ളോ അതോ അടുത്തറിയാമോ? അറിയാം, കേട്ടിട്ടുണ്ട്. ആ അരുന്ധതി മാഡത്തിന്റെ മകൻ ഋഷിയെ കാണാതായതിന്റെ അന്വേഷണം നടക്കല്ലേ? ആണോ? എനിക്കറിയില്ല. അതെ, MLA എന്ന നിലയിൽ ചേച്ചിയെ ഉൾപ്പെടെ വിളിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അരുന്ധതി മാഡം. ഒരു DYSPക്ക് അന്വേഷണ ചുമതല. അത് ശരി. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? ആ ഋഷിയെ ഇനി ആർക്കും കാണാൻ പറ്റില്ല കെവിനേട്ടാ. ഋഷി മരിച്ചു. മരിച്ചതല്ല, ഋഷിയെ കൊന്നതാ. കൊന്നു കുഴിച്ചു മൂടി. കെവിനേട്ടാ, ഇതെന്തൊക്കെയാ ശരി പറയുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ചെറുക്കനെ കൊന്നു. ഒച്ച വയ്ക്കല്ലേ, ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ അറിയിക്കല്ലേ. ഇനി കൊന്നതാരാണെന്നും കൂടി പറയട്ടെ. ആരാ? കെവിൻ ചേട്ടന്റെ ഫ്രണ്ട് തന്നെയാ, നന്ദേട്ടൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദൻ അങ്ങനെ? സംഗതി സത്യ. ഈ രഹസ്യം എനിക്കും ചേച്ചിക്കും ചന്ദ്രത്തുള്ളവർക്കും മാത്രമേ അറിയൂ. കുറെ കാലം രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ചേച്ചിയായിട്ട് എല്ലാം വിളിച്ചു പറഞ്ഞു. കെവിനേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, നന്ദൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അതൊക്കെ ചെയ്യും, മനുഷ്യന്റെ കാര്യല്ലേ. ഞാനിപ്പോ ഇത് കെവിൻ ചേട്ടനോട് പറയുന്നത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? ഈ വിഷയത്തില് എനിക്ക് കെവിൻ ചേട്ടന്റെ സഹായം വേണം. എന്ത് സഹായം? നന്ദേട്ടൻ പറയുന്നത് നന്ദേട്ടൻ ഒറ്റയ്ക്കാണ് ഋഷിയെ കൊന്നതെന്നും കുഴിച്ചിട്ടെന്നും നോക്കിയാ. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊല്ലപ്പെട്ടത് നന്ദേട്ടന്റെ കൈയുണ്ടാവും, പക്ഷെ കുഴിച്ചിട്ടതിനും മറ്റും ഉറപ്പായും ഒരാളുടെയും കൂടെ സഹായം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഒറ്റയ്ക്കൊരാൾ ചെയ്തു എന്ന് പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ചിലപ്പോ ഇങ്ങനെ ഒരു കൊലയ്ക്ക് പിന്നിൽ ഒരു സംഘം തന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? കെവിൻ ചേട്ടൻ എന്തു തോന്നുന്നു? അതെ. ഞാനിപ്പോ കെവിൻ ചേട്ടനോട് ആവശ്യപ്പെടുന്ന സഹായം എന്താന്ന് വെച്ചാ, ഋഷിയുടെ കൊലപാതകത്തിൽ നന്ദേട്ടനെ സഹായിച്ച ആളെ കെവിൻ ചേട്ടൻ കണ്ടുപിടിച്ചു തരണം. കെവിൻ ചേട്ടന്റെ അടുത്ത ഫ്രണ്ടല്ലേ നന്ദേട്ടൻ? കെവിൻ ചേട്ടൻ വിചാരിച്ചാ ഞാൻ പറഞ്ഞ കാര്യം അറിയാൻ പറ്റും. നന്ദേട്ടന്റെ കൂട്ടാളി ആരാണെന്നുള്ളത് നന്ദേട്ടനിൽ നിന്നും തന്ത്രപരമായി ചൂഴ്ന്നെടുക്കണം. എന്താ കെവിൻ ചേട്ടാ, പറ്റില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, കെവിൻ ചേട്ടൻ എന്താ ഒരു ടെൻഷൻ? അല്ല, ഇത് കേട്ടപ്പോൾ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചുതരാം. നന്ദൻ്റെ കൂടെ സഹായിയായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു തരാം. എങ്കിൽ നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കെവിൻ ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇത്.
ഞാനത് കണ്ടുപിടിക്കും ശാരികേ. നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. ഉറപ്പ്? ഉറപ്പ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിനക്ക് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, കെവിൻ ചേട്ടൻ ചെന്നോളൂ. ശരി.